നമസ്കാരം. സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് പുല്ലുവില കൊടുക്കുന്ന ഒരു സർക്കാരാണ് പിണറായിയുടേത്. അവർ അടിമകളാണ് എന്ന് പിണറായി കരുതുന്നു. എന്നാൽ ആത്മാഭിമാനമുള്ള, നട്ടെല്ലുള്ള, നിയമത്തെക്കുറിച്ച് ജ്ഞാനമുള്ള ഉദ്യോഗസ്ഥന്മാരുടെ അവസ്ഥ അങ്ങനെയല്ല. അവർ രാഷ്ട്രീയക്കാരേക്കാൾ ബുദ്ധിയും വൈഭവവും തൻ്റെ ഇടവുമുള്ളവരാണെങ്കിൽ രാഷ്ട്രീയക്കാർക്ക് വെള്ളം കുടിക്കേണ്ടി വരും. അത്തരമൊരു IAS-കാരൻ പിണറായിയെ വെള്ളം കുടിപ്പിക്കുന്ന കഥയാണ് ഇന്ന് ഞാൻ പ്രേക്ഷകരോട് പങ്കുവയ്ക്കുന്നത്. മുമ്പും ഈ IAS-കാരനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പരിചയപ്പെടുന്നവരൊന്നും ഒരിക്കലും മറക്കാത്ത നട്ടലുള്ള ഒരു ജന്മം. പ്രശാന്ത് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. കളക്ടർ ബ്രോ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. പ്രശാന്തിന് നിയമം അറിയാം, നീതിക്കൊപ്പമേ നിൽക്കൂ, ആരെയും ഭയവുമില്ല. അതുകൊണ്ട് തന്നെ പിണറായിക്കും പിണറായിയുടെ പിണിയാളുകളായ അഴിമതിക്കാരായ IAS-കാർക്കും പ്രശാന്തിനെ കണ്ടുകൂടാ. ഒതുക്കാൻ കഴിയുമ്പോഴൊക്കെ ഒതുക്കും. അതൊന്നും ഗൗരവമുള്ള വിഷയമായി പ്രശാന്ത് എടുത്തിട്ടേയില്ല. പക്ഷെ പ്രശാന്തിൻ്റെ കഴിവിന് മുമ്പിൽ അദ്ദേഹത്തെ തീരെ അവഗണിക്കാൻ കഴിയാത്ത സാഹചര്യമായതുകൊണ്ട് പലപ്പോഴും താക്കോൽ സ്ഥാനങ്ങളിൽ തന്നെ നിയമിക്കാൻ സർക്കാർ നിർബന്ധിതരാവാറുണ്ട്. അതിൻ്റെ കാരണം ഒട്ടും പ്രസക്തമല്ലാത്ത റോളുകളിൽ പ്രശാന്തിനെ കൊണ്ട് വെച്ചാൽ ആരും അറിയാതെ അഴിമതി നടത്താനുള്ള അവസരം നിഷേധിക്കപ്പെടും എന്നതായിരുന്നു. ആഴക്കടലിൽ കൊള്ള നടത്തി കോടികൾ അടിച്ചു മാറ്റാനുള്ള ഒന്നാം പിണറായി സർക്കാരിന്റെ നീക്കം പൊളിച്ചത് പ്രശാന്ത് അവിടെ ഇരുന്നത് കൊണ്ടാണ്. അങ്ങനെയാണ് പിന്നീട് അദ്ദേഹത്തെ അവിടെ നിന്നും സാമൂഹ്യക്ഷേമ വകുപ്പിലേക്കും ഒടുവിൽ കൃഷി വകുപ്പിലേക്കും എത്തിക്കുന്നത്. താരതമ്യേന അഴിമതിയില്ലാത്ത, സത്യസന്ധമായി കാര്യങ്ങൾ നടക്കുന്ന ഒരു വകുപ്പാണ് പിണറായി സർക്കാരിന്റെ കാലത്ത് കൃഷി വകുപ്പ്. അതിന്റെ പ്രധാന കാരണം മന്ത്രി P. പ്രസാദ് ഒരു രൂപ പോലും മോഷ്ടിക്കാൻ ആഗ്രഹിക്കാത്ത സ്വാത്വികനായ ഒരു ഭരണാധികാരിയാണ് എന്നതാണ്. അതുകൊണ്ട് ഏറ്റവും മികച്ച ഉദ്യോഗസ്ഥന്മാരെ തൻ്റെ വകുപ്പിൽ കൊണ്ടുവന്ന് നാട്ടുകാർക്ക് എന്തെങ്കിലും ഗുണം ചെയ്തു കൊടുക്കാൻ പ്രസാദിന് താല്പര്യമുണ്ട്. അങ്ങനെയാണ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായി B. അശോകനും സ്പെഷ്യൽ സെക്രട്ടറിയായി പ്രശാന്തും എത്തുന്നത്. അങ്ങനെ സുഗമമായി കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നതിനിടയിലാണ് പ്രശാന്തിനെ സർക്കാർ ഇടിവിട്ട് പോലെ സസ്പെൻഡ് ചെയ്യുന്നത്. അതിൻ്റെ കാരണം കൃഷി വകുപ്പിലെ പ്രവർത്തനം കൊണ്ടല്ല, അതിനു മുമ്പിരുന്ന പട്ടികജാതി പട്ടികവർഗ വകുപ്പിലെ പ്രവർത്തനം കൊണ്ടാണ്. പ്രശാന്ത് സ്പെഷ്യൽ സെക്രട്ടറിയായി പട്ടികജാതി വകുപ്പിലിരിക്കുമ്പോൾ ഡോക്ടർ A. ജയതിലകാണ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയായി വകുപ്പിന്റെ മേധാവി. തൊട്ട് താഴെ വകുപ്പ് ഡയറക്ടറായി ഗോപാലകൃഷ്ണനും ജയതിലകും അഴിമതിയുടെ കാര്യത്തിൽ കുപ്രസിദ്ധരാണ്. രണ്ടുപേരും ഒരുമിച്ച് നടത്തുന്ന അഴിമതി ഇടപാടുകൾക്ക് ഇടയ്ക്കിരിക്കുന്ന പ്രശാന്ത് പാര വെച്ചതോടെ എങ്ങനെയെങ്കിലും പുകച്ചു പുറത്തു ചാടിക്കാൻ നീക്കം നടന്നു. അത് വിജയിക്കുന്നതിന് മുൻപാണ് പ്രശാന്തിന് സ്ഥലം മാറ്റം കിട്ടി കൃഷി വകുപ്പിലെത്തുന്നത്. പ്രശാന്ത് കൃഷി വകുപ്പിലേക്ക് പോയ ഉടൻ ഗോപാലകൃഷ്ണനും ജയതിലകും ഗൂഢാലോചന നടത്തി. സർക്കാരിൻ്റെയും മാതൃഭൂമിയുടെയും അതൃപ്തി മുതലെടുത്ത് പ്രശാന്തിനെതിരെ വാർത്തകൾ പുറത്തേക്ക് വരുന്നു. ആ വാർത്തകൾക്കെതിരെ നിഷ്കരുണമാണ് പ്രശാന്ത് രംഗത്ത് വന്നത്. പ്രശാന്തിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ പ്രശാന്തിനെ സസ്പെൻഡ് ചെയ്യാൻ പറ്റിയതാണെന്ന് ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരൻ കണ്ടെത്തുന്നു. അങ്ങനെ സസ്പെൻഷനിലായതോടെ പ്രശാന്ത് ഒതുങ്ങുമെന്നായിരുന്നു പിണറായിയുടെയും സർക്കാരിൻ്റെയും ഒക്കെ വിചാരം. പക്ഷേ വേലിയിലെടുക്കുന്ന പാമ്പിനെ എടുത്ത് വേണ്ടാത്തടത്ത് വെച്ച അവസ്ഥയിലാണ് സർക്കാർ ഇപ്പോൾ. സസ്പെൻഷനിലാകുന്ന ഉദ്യോഗസ്ഥർ പൊതുവെ ചെയ്യുന്നത് സസ്പെൻഷനെതിരെ ട്രിബ്യൂണലിനെ സമീപിക്കുകയാണ്. പ്രശാന്ത് അതിനു തുനിഞ്ഞിട്ടില്ല. സസ്പെൻഡ് ചെയ്തവർ തന്നെ വേണമെങ്കിൽ തിരിച്ചെടുക്കട്ടെ എന്ന നിലപാടിൽ പ്രശാന്ത് എത്തിയതോടെ സർക്കാർ വെട്ടിലായി. സസ്പെൻഷന്റെ അടിസ്ഥാനത്തിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഒന്നുകിൽ പുറത്താക്കുക അല്ലെങ്കിൽ തിരിച്ചെടുക്കുക എന്നതാണ് സർക്കാരിന്റെ മുമ്പിലുള്ള വഴികൾ. പുറത്താക്കാനുള്ള ഒരു കുറ്റകൃത്യവും പ്രശാന്ത് ചെയ്തിട്ടില്ല. തിരിച്ചെടുക്കണമെങ്കിൽ പ്രശാന്ത് സഹകരിക്കുകയും വേണം. പ്രശാന്ത് ആവട്ടെ സർക്കാർ കൊടുത്ത മെമ്മോയ്ക്ക് മറുപടി കൊടുക്കുന്നതിന് പകരം സർക്കാരിന് ഒരു മെമ്മോ കൊടുത്തിരിക്കുന്നു. നിങ്ങൾ സസ്പെൻഡ് ചെയ്യുന്നതിന് മുൻപ് എന്തുകൊണ്ട് എൻ്റെ സ്റ്റേറ്റ്മെന്റ് എടുത്തില്ല, എൻ്റെ ഭാഗം കേട്ടില്ല എന്നതാണ് ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ എന്നെ സസ്പെൻഡ് ചെയ്തത്? സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടത് ഡോക്ടർ ജയതിലകന് അപമാനകരമായി എന്ന് ജയതിലക് പരാതി നൽകിയോ? അങ്ങനെയെങ്കിൽ പരാതിയുടെ കോപ്പി എവിടെ? പരാതി നൽകാതെ സർക്കാർ സസ്പെൻഡ് ചെയ്യുന്നത് ഏത് ചട്ടം പ്രകാരമാണ്? താൻ എഴുതിയിരിക്കുന്ന പോസ്റ്റിന്റെ സ്ക്രീൻഷോട്ട് ആരാണ് സർക്കാരിന് എടുത്തു തന്നത്? ആ സ്ക്രീൻഷോട്ട് എവിഡൻസ് ആക്ടിലെ 65B വകുപ്പ് പ്രകാരമാണോ ശേഖരിച്ചിരിക്കുന്നത്? തൻ്റെ മുമ്പിൽ പെട്ടിരിക്കുന്നത് ഒരു സ്വകാര്യ വ്യക്തി എടുത്തെന്നാണ്. ആ സ്വകാര്യ വ്യക്തിയെ സർക്കാർ ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ? ഇത്യാദി ഒട്ടേറെ ചോദ്യങ്ങളുമായി ചീഫ് സെക്രട്ടറിക്ക് വിശദീകരണം തേടി പ്രശാന്ത് കത്തയച്ചിരിക്കുന്നു. അക്ഷരാർത്ഥത്തിൽ ആ വിശദീകരണ കത്ത് കണ്ട് ചീഫ് സെക്രട്ടറി ഞെട്ടിയിരിക്കുകയാണ്. ചട്ടവിരുദ്ധമായി നിയമവിരുദ്ധമായി എടുത്ത നടപടിക്കെതിരെയുള്ള കൃത്യമായ ഉന്നം വയ്ക്കലാണെന്നും ഈ കത്തും അതിന്റെ മറുപടിയുമൊക്കെ കോടതിയിലെത്തുമെന്നും
സർക്കാരിനെയും ചീഫ് സെക്രട്ടറിയും കോടതി എടുത്ത് കുടയുമെന്നും ഇവർക്കറിയാം. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ പ്രശാന്തിനെ തിരിച്ച് സർവീസിലെടുക്കാനുള്ള നെട്ടോട്ടത്തിലാണ് സർക്കാർ ഇപ്പോൾ. ചട്ടവിരുദ്ധമായ നിയമവിരുദ്ധമായ പ്രവൃത്തി സർക്കാർ ചെയ്താൽ അതിനെ ഏതു കോടതിയിലും പോയി ചോദ്യം ചെയ്ത് തിരിച്ചു പണി കൊടുക്കാൻ പ്രശാന്ത് രംഗത്തിറങ്ങിയതോടെ ഇങ്ങനെ കാലിൽ പിടിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ മാത്രം കണ്ടിട്ടുള്ള മുഖ്യമന്ത്രിയും സർക്കാർ സംവിധാനങ്ങളും ഞെട്ടിയിരിക്കുകയാണ്. ഒരു വശത്ത് നിയമവിരുദ്ധമായി പക വീട്ടാനായി സസ്പെൻഡ് ചെയ്ത സർക്കാരിനെതിരെ യുദ്ധം മുറുക്കുമ്പോൾ തന്നെ മറുവശത്തെ തന്നെ നാണം കെടുത്താൻ ഗൂഢാലോചന നടത്തിയ അഴിമതിക്കാരൻ എന്ന് വിശ്വസിക്കുന്ന ഡോക്ടർ ജയതിലകിനെതിരെയുള്ള നിയമയുദ്ധവും തുടരുകയാണ്. ജയതിലകിന്റെ വൃത്തികേടുകൾ മുഴുവൻ പുറം ലോകത്തെത്തിക്കാൻ പ്രശാന്ത് തന്റെ സംവിധാനങ്ങളെല്ലാം ഉപയോഗിക്കുന്നു. ജയതിലകുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്ന ചില വിവരാവകാശ ചോദ്യങ്ങൾക്ക് പിമ്പിൽ പ്രശാന്താണെന്ന് ജയതിലക് ആശങ്കപ്പെടുന്നു. ജയതിലകിന്റെ ഭാര്യ ആരാണ്? ഭാര്യയ്ക്കും ജയതിലകിനും എന്തെല്ലാം ആനുകൂല്യങ്ങൾ, LTC, റെന്റ് അലവൻസ് തുടങ്ങിയവ കൈപ്പറ്റുന്നുണ്ട് തുടങ്ങിയ വിവരാവകാശ ചോദ്യം ആരോ കൊടുക്കുന്നു. അതിന് സർക്കാരിന് ജയതിലകിന്റെ ഭാര്യ ആരാണെന്ന് പോലും അറിയില്ലത്രേ. ജയതിലകിന്റെ സ്വത്ത് എത്രയാണെന്ന് ചോദിച്ചപ്പോൾ അതും സർക്കാരിന് അറിയില്ലത്രേ. സകല സർക്കാർ ഉദ്യോഗസ്ഥന്മാരും കൃത്യമായി സ്വത്ത് വിവരങ്ങൾ കൊടുക്കുമ്പോൾ ജയതിലകിന്റെ സ്വത്ത് സർക്കാരിന് അറിയില്ലെന്ന് പറയേണ്ട ഗതികെട്ട അവസ്ഥയിലേക്ക് സർക്കാർ മാറി. ജയതിലകിന്റെ എല്ലാ ആനുകൂല്യങ്ങളും കൈപ്പറ്റുമ്പോഴും ഭാര്യ ആരാണെന്നും ഭാര്യയ്ക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ എന്താണെന്നും അറിയില്ല എന്നതും ഞെട്ടിക്കുന്നതാണ്. മാത്രമല്ല, ഇഷിത റോയി എന്ന IAS കാരിയുമായി പിരിഞ്ഞ ജയതിലക് 2017 സൗദ നഹാസ് എന്ന് പറയുന്ന ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചിരുന്നു. ഡോക്ടർ ജയതിലക് സ്പൈസസ് ബോർഡിൽ ഡെപ്യൂട്ടേഷനിൽ പണിയെടുക്കുമ്പോൾ ഈ സൗദ നഹാസിന്റെ പേരിൽ പെർഫെക്റ്റ് ഹോളിഡേയ്സ് എന്ന പേരിൽ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യുകയും ആ കമ്പനിയുമായി സ്പൈസസ് ബോർഡ് സാമ്പത്തിക ഇടപാടുകൾ നടത്തുകയും ചെയ്തു. 4.5 കോടിയുടെ ബില്ലാണ് സൗദയുടെ കമ്പനി മാറിയെടുത്തത്. സൗദയുടെ ആദ്യ വിവാഹത്തിലെ മകൾക്ക് സ്പൈസസ് ബോർഡിൽ ഉന്നത പണി കൊടുത്തതും ജയതിലക് അവിടെ ഇരിക്കുമ്പോഴാണ്. ഇതിനെക്കുറിച്ച് CBI അന്വേഷണം ആരംഭിച്ചെങ്കിലും ഇടയ്ക്ക് വെച്ച് അട്ടിമറിക്കപ്പെട്ടിരുന്നു. ഇപ്പോൾ അതിന് വീണ്ടും അനക്കം വയ്ക്കുന്നതിന് പിന്നിൽ പ്രശാന്താണെന്ന് ഭയപ്പെടുകയാണ് ജയതിലകും സർക്കാരും. പ്രശാന്തിനെ പൂട്ടാൻ വേണ്ടി കള്ള റിപ്പോർട്ടുണ്ടാക്കി കള്ള വാർത്തകൾ കൊടുത്ത് ജയതിലക് ഇപ്പോൾ നട്ടം തിരിയുന്ന അവസ്ഥയിലാണ്. പ്രശാന്തിനെ സസ്പെൻഡ് ചെയ്ത് ഭയപ്പെടുത്താൻ ഇറങ്ങിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ എങ്ങനെയെങ്കിലും തലയൂരാൻ വേണ്ടി കൈകാലിട്ടടിക്കുന്നു. നട്ടലുള്ള ഒരു ഉദ്യോഗസ്ഥൻ രണ്ടും കൽപ്പിച്ച് രംഗത്തിറങ്ങിയാൽ ഏത് ഇരട്ടച്ചങ്ങനെയും വിറപ്പിക്കാൻ കഴിയും. ഒരു ചുക്കും അവർക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് തെളിയിക്കുകയാണ് പ്രശാന്ത് എന്ന യുവ IAS കാരൻ. പ്രശാന്ത് നടത്തുന്ന നീതിക്ക് വേണ്ടിയുള്ള അഴിമതി വിരുദ്ധ പോരാട്ടത്തിന് കയ്യടിയോടെ പൊതുസമൂഹവും കൂട്ടുനിൽക്കുന്നു.